ഇന്നലെ കേരള ഹൈക്കോടതിയിൽ വളരെ രസകരമായ ഒരു കേസ് വന്നു. അതിൻ്റെ വിധി വളരെയധികം ചിരിപ്പിക്കുന്നതാണ്. വായിച്ചായിരുന്നോ അത്? വായിച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരാണ് അതിൽ ആദ്യം പ്രതിയാണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അതായത് രണ്ട് അയൽക്കാർ തമ്മിലുള്ള തർക്കമാണ്. ഒരു അയൽവാസിയുടെ അതിരിൽ മറ്റേ അയൽവാസിയുടെ തെങ്ങ് നിൽക്കുന്നു. ഈ പല വീടുകളിലുള്ള പ്രശ്നമാണ് ഈ അതിരിൽ മരം നിൽക്കുന്നതിൻ്റെ പേരിൽ പലപ്പോഴും ഗുസ്തി ഉണ്ടാവാറുണ്ട്. അടി കൊലപാതകം വരെ നടക്കുന്നില്ല. കൊലപാതകം വരെ നടന്നിട്ടുണ്ട്. അതായത് ഒരാളുടെ പറമ്പിൽ നിൽക്കുന്ന പ്ലാവിൽ നിന്നുള്ള ചക്ക വീഴുന്ന അടുത്ത മുറ്റത്തിലായിരിക്കും. അതായത് ഈ മിക്കവാറും ഇത് കൂഴച്ചക്കയായിരിക്കും. വരിക്കച്ചക്കയാണെങ്കിൽ പിന്നെ പൊട്ടം നോക്കി. കൂഴച്ചക്ക വീണ് കഴിഞ്ഞാൽ വീണ് ഇങ്ങനെ തെറിച്ച് കിടക്കും. അത് നാറിയിട്ടിരിക്കത്തില്ല. ഈച്ച എല്ലാം കൂടി വലിയ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇത് കോടതി കയറിയ ഈ വിഷയത്തിൽ സത്യത്തിൽ നമ്മളതിനകത്ത് ഈ ഒരേ സമയം നമുക്കത് ഫലിതം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഓരോ മനുഷ്യരുടെ ഓരോ അവസ്ഥകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് നെടുമങ്ങാടാണ്. ഒരാളുടെ സംഭവം ഇതാണ്. ഒരാളുടെ അതിരിനോട് ചേർന്ന് ഒരു തെങ്ങ് നിൽക്കുന്നു. ഈ തെങ്ങിൽ നിന്നുള്ള തേങ്ങയും മടലും ഓലയും ഒക്കെ വീണിട്ട് തൻ്റെ വാഹനത്തിന് കേടുപാട് സംഭവിച്ചു. അതുകൊണ്ട് ഈ തെങ്ങ് വെട്ടിക്കളയണം എന്ന് പറഞ്ഞുള്ള ഒരു തർക്കമാണ് അയൽക്കാരൻ ഇത് താഴെ എല്ലാം ചർച്ച ചെയ്ത് അവസാനം ഇത് ഹൈക്കോടതി ചെല്ലുന്ന നമ്മുടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിലാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സംഗതി നിങ്ങൾ രണ്ടുപേരും കൂടെ കൈ കൊടുത്തിട്ട് ചായയും കുടിച്ച് പിരിഞ്ഞോളുക എന്ന് പറഞ്ഞു. സംഭവം ഇതാണ്. ഈ തെങ്ങ് വളർന്നു നിന്നു, തെങ്ങേന്ന് വീഴുന്നു. ഇത് വന്നു ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. എൻ്റെ ഇതിൽ മുറിക്കാൻ പിന്നെ അയൽക്കാരൻ തയ്യാറാകുന്നില്ല. ഈ തെങ്ങ് മറിഞ്ഞു വീണ് എൻ്റെ വീട് തകരും, അല്ലെങ്കിൽ എൻ്റെ വാഹനം തകരും. തെങ്ങേന്ന് വീഴുന്ന തേങ്ങ വീണ് വാഹനത്തിന് കേടുപാട് സംഭവിച്ചു. അല്ല, അത് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ശരി എന്താ ഈ സംഗതി എന്നറിയണ്ടേ. കോടതി ഒരു അഭിഭാഷക കമ്മീഷനെ വെക്കുന്നു. ഈ അഭിഭാഷക കമ്മീഷന്റെ ഫീസ് 1 ലക്ഷം രൂപ. അതുകൊണ്ട് ഈ പുള്ളി കെട്ടിവെക്കും. ഈ പരാതിക്കാരൻ കൊണ്ട് കെട്ടിവെക്കുന്നു. കേട്ടോണം, ഓരോരുത്തരും ഓരോ സോക്കേട് ആലോചിച്ചു. അപ്പോൾ അഭിഭാഷക കമ്മീഷൻ അവിടെ ചെന്ന സമയത്ത് എന്താണ്, ഈ തെങ്ങ് ബലപ്പെടുത്തി കെട്ടിയിരിക്കുകയാണ്. എതിർകക്ഷി അയൽവാസി തെങ്ങ് കമ്പി ഉപയോഗിച്ച് പിടിച്ച് ബലപ്പെടുത്തി കെട്ടിയിരിക്കും. തെങ്ങ് ഒരു കാരണവശാലും വീഴത്തില്ല. പിന്നെ അടുത്ത പരാതി എന്തുവാ, തേങ്ങ വീഴുന്നു, ഓലമടൽ വീഴുന്നു. അപ്പോൾ അതൊന്നും താഴെ വീഴാതിരിക്കാൻ വേണ്ടി നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട് ഈ തെങ്ങിന് ചുറ്റും. ഒരു തരത്തിലും അയൽക്കാരന് ശല്യമല്ല. അപ്പോൾ ഈ അയൽക്കാരൻ, ഈ പരാതിക്കാരൻ ഒരു വീഡിയോ കൊണ്ട് കാണിക്കുകയാണ് കോടതിയെ. എന്താണെന്നറിയോ, അയൽവക്കത്തെ തെങ്ങിൽ, ഈ പറഞ്ഞ വിവാദ തെങ്ങിൽ തേങ്ങ വെട്ടാൻ ഒരാൾ കയറുന്നു. അയാൾ ഈ തേങ്ങ വെട്ടുമ്പോൾ ഒരു ഓലമടൽ പറന്ന് ഇയാളുടെ പറമ്പി വീഴുന്നു. ഇതാണ് പുള്ളിയുടെ തെളിവ്. ഇത് കൊണ്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. എന്ന് വെച്ചാൽ കോടതിയിൽ 100,000 കേസ് കിടക്കുക. കോടതിയുടെ സമയം വളരെയധികം വിലപ്പെട്ടതാണ്. ഇത് കണ്ട കുഞ്ഞികൃഷ്ണൻ ജഡ്ജി എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു തൽക്കാലം ഞാൻ പിഴ ചുമത്തുന്നില്ല, ഈ ഹർജി പിൻവലിച്ച് ഓടിക്കോളാം. പിഴ ചുമത്തുന്നില്ല. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിക്കണം. രണ്ടുപേരും കൂടെ പോയി ഒരു ചായ കുടിച്ച് പിരിയാൻ പറഞ്ഞു. നിലവിൽ ഈ തെങ്ങുകൊണ്ട് അയാൾക്ക് ഒരു ഭീഷണിയും ഇല്ല. മാത്രമല്ല എത്ര നല്ല അയൽക്കാരനാണ്. ഇയാൾ പറഞ്ഞു അവർക്ക് തെങ്ങ് വെട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, എല്ലാ സുരക്ഷയും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കായ്ഫലമുള്ള തെങ്ങാണ്. അപ്പോൾ അയാൾക്കത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ തെങ്ങ് കളയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് പിടിച്ചു കെട്ടി. അതിനകത്ത് തേങ്ങ ഇയാളുടെ പറമ്പി വീഴുന്നു എന്ന് പറഞ്ഞാൽ അതും കെട്ടി. ബാക്കി എല്ലാം ചെയ്ത സമയത്ത് ഈ ഒരു ഓലമടൽ വെട്ടിയിടുമ്പോൾ അതിന്റെ വീഡിയോ എടുത്ത് വെക്കാനുള്ള മഹാമനസ്കത നമ്മൾ ആരും അയാള് തെങ്ങയിൽ ഓലമടൽ വെട്ടാൻ. പക്ഷേ സത്യത്തിൽ ഇവിടെ ഒരു പ്രശ്നം, ഈ വക്കീലന്മാരും ഇതിനകത്ത് കുറ്റവാളികളാണ്. അല്ല, നല്ല വക്കീലാണെങ്കിൽ അയാൾ ആദ്യം പറഞ്ഞ് ഉപദേശിക്കും, നിങ്ങൾ കേസിന് പോകേണ്ട, വെറുതെ നിൽക്കില്ലേ ഇത്. പക്ഷേ ചില വക്കീലന്മാർ വകുപ്പുണ്ടെന്ന് പറയും. ഞാൻ ഇതുപോലൊരു സിനിമയിലേക്ക് അത് കണ്ടിട്ടുണ്ട്. ജഗതി 50 രൂപ ഒരുത്തിന് കടം കൊടുത്തു. പുള്ളി ആ കടം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കുകയാണ്. 5 ലക്ഷം രൂപ വരെ ഇറക്കി 50 രൂപയ്ക്ക് പിടിക്കാൻ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുണ്ട് കേസിന് പോണ ശല്യ വ്യവഹാരികൾ എന്നാണ് ഇവരെ തൊട്ടലും പിടിച്ചാൽ കോടതി പോകും. ഒന്ന് ആലോചിച്ചോണം, അയൽവാസിയുടെ തെങ്ങ് മുറിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് ഹൈക്കോടതി പോയ കാശ്, 2 അഭിഭാഷക കമ്മീഷൻ കെട്ടിവെച്ച 1 ലക്ഷം, അത് പോയേ. പിന്നെ വക്കീലിന്റെ കാശ് കൊടുക്കണ്ടേ, വക്കീൽ ഫീസ് വേറെ. ഹൈക്കോടതി വക്കീലിന് കൂടെ ഫീസ് കൊടുക്കണ്ടേ. എനിക്ക് വന്നൊരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ചെലവായി കാണും. എന്തായാലും അത്രയും പോയി കിട്ടിയപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടാവും. അത് മാത്രമല്ല കോടതി കടുപ്പിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കോടതി പറഞ്ഞത് പിഴ ചുമത്തേണ്ടതാണ്, തൽക്കാലം വെറുതെ വിടുന്നു. ഇമാതിരി വൃത്തിയായിട്ട പരിപാടികൾ അത് ചില മനുഷ്യരുടെ സ്വഭാവമാണ്. ഈ പണ്ട ചില അപ്പൂപ്പന്മാരുണ്ട്, കേസ് നടത്തി കുടുംബ തറവാട് പിടിച്ചാൽ കാരണവന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തന്നെ കേസ് നടത്തി എല്ലാം കേസാണ്, തൊട്ടാലും പിടിച്ചാലും കേസ് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. ഇത് ഇനിയും ചിലപ്പോൾ ഇത് കേരള ഹൈക്കോടതിയിൽ ഇത് പിന്നീട് റെഫറൻസിന് വരുന്ന ചിലപ്പം പിന്നെ ഇത് ഇന്നയാൾ വേഴ്സസ്
കോക്കനട്ട് ട്രീ എന്നും പറഞ്ഞു അതായിരിക്കും വരുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു വിധിയാണ്. അതെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2017 ഞാൻ നടന്നു പോകുമ്പം ഈ ഫുട്പാത്തിൽ ഈ ഇതുണ്ടല്ലോ ടൈൽസ് ഇളകിയിരിക്കുക, തട്ടി വീണതിനെ കൈ ഒടിഞ്ഞു പോയി. അത് ഞാൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് കിടക്കുകയാണ്. അപ്പം ആദ്യം ഒരു വക്കീലിനെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വണ്ടി ഇടിച്ചിട്ടതൊന്നുമല്ല, ഞാൻ ഇങ്ങനെ സംഭവം അയാൾ കാരണം വാഹന അപകടം ആയിരിക്കാം ആക്കാന്നാണ് അയാൾ. ഇയാൾ വാഹനമാണ്, ഞാൻ പറഞ്ഞു വാഹന അവിടെ ആക്കേണ്ട പറ്റിപ്പോയതാണെന്ന് അയാൾ പോയി. രണ്ടാമതൊരു വക്കീൽ വന്നു, അയാളുടെ ഞാൻ ഇതിനെ പറഞ്ഞു. മൂന്നാമതൊരുത്തരും കൂടെ വന്നു. അവസാനം അപ്പോൾ ഇത് ആശുപത്രി ഇതിനുള്ള സമയം ഉണ്ടെന്നുണ്ട്, ഇതൊക്കെ അറിയിക്കുക കൈ ഒടിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിയ. അത്ര മൂന്നാമത്തെ വക്കീൽ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഒരു വക്കീലാണെന്ന് പറഞ്ഞു. അതോടുകൂടി അപ്പോൾ ഒന്ന് ഇതുപോലെ നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ നിസാര കാര്യം പറഞ്ഞ് കോടതിയുടെ സമയം കളയാനായിട്ട് കുറേ ആൾക്കാർ, കോടതിയിൽ ഒരുപാട് ആളുണ്ട് നിസ്സാര കാര്യത്തിന് കോടതി പോകുന്നവരുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അയാൾ തെങ്ങ് ബലപ്പെടുത്തി, അയൽവാസി അത് തെങ്ങിനകത്തുനിന്ന് വീഴാത്ത സാഹചര്യം ഉണ്ടാക്കി, ഇത്രയും ഉണ്ടാക്കിയതിന് ശേഷം പിന്നെയും കോടതിയിൽ പോകുന്നതിനകത്ത് നമ്മൾ അഹങ്കാരം എന്നല്ല പറയുന്നത്. കേസ് കൊടുത്താൽ അത്രയും കാശുണ്ടോ അയാൾ കടം വാങ്ങിച്ചിട്ടാണ് അതിന് പോയെന്ന് അടുത്ത് അന്വേഷിക്കേണ്ടി വരും. അതാണ് തെങ്ങിന് വേണ്ടി ഇത്രയും പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ. എന്തായാലും ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഈ വാർത്തയുണ്ട്, പക്ഷേ ഏതായാലും ഈ പരാതിക്കാരന്റെ പേര് വിവരങ്ങൾ പത്രങ്ങൾ കൊടുക്കാതിരിക്കാനുള്ള ഒരു മാന്യത കാട്ടും. സത്യത്തിൽ ആ പേര് വിവരം കൊടുക്കേണ്ടതാണ്. കാരണം ഇത്തരക്കാർക്ക് ഇനി ഒരു മുന്നറിയിപ്പാണത്, പ്രോത്സാഹനം. ഇതുപോലെ നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലും, പോലീസുകാർ പറയും പോയി പണി നോക്കാൻ പറയും. കാരണം അവർക്ക് 100 കൂട്ടം പണികൾ ചെയ്യാൻ. അതെ അതെ, ശരിയാണ്. നമുക്കിവിടെ ഡെയിലി വരുന്ന ഇതുപോലത്തെ ഒരുപാട് കേസ് കെട്ടുകളുണ്ട്. അവർ വന്ന ഒരു കാര്യവും ഇത് സമയം മെനക്കെടുത്തിക്കാന്നുള്ളതാണ് അവർ. ഒന്നാമത്തെ കാര്യം അവർ പോയിന്റിലേക്ക് വരില്ല, അവരിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഒരുപാട് കാര്യം പറയണ്ടെന്ന് പറയും. ഈ മാധ്യമ സാധനങ്ങൾ വരിക, വാർത്തയോട് എന്നിട്ട് പറയും നിങ്ങൾ വാർത്തയോട് അവനെതിരെ തെളിവൊന്നുമില്ല, നിങ്ങൾ ആ വാർത്ത കൊടുത്തേക്കാൻ പറയും, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയും. അതായത് ഒരാൾ നമുക്ക് ഇവിടെ ഡെയിലി ഒരുപാട് ഇമെയിലും അല്ലാതെ ഡയറക്റ്റ് ഫോണിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരെ കുറിച്ച് നമ്മളോട് പറയും. അപ്പോൾ ശരി, നിങ്ങൾ ഇത് കൊണ്ടുവരും. അതൊന്നുമില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്കൊരു വാർത്ത വേണേ ഞങ്ങൾക്ക് തരാം. നമുക്കിവിടെ ആവശ്യത്തിന് വാർത്തയുണ്ട് കൊടുക്കാൻ. അപ്പോൾ പിന്നെ നമുക്കിത് കുറേ നടന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ സബ്ജക്റ്റ് ആയിരിക്കും. അതാണെങ്കിൽ ഞങ്ങൾ പോയി ചെയ്യാറുമുണ്ട്. എന്താണെങ്കിലും ഇത്തരം വ്യവഹാരികളോട് ഒരു വാക്ക്, ഹൈക്കോടതി പോലെയുള്ള നമ്മുടെ കേരളത്തിലെ പരമോന്നത അവിടെ ധാരാളം കേസുകളാണ് ഡെയിലി ചർച്ചയുള്ളത്. അതിനിടയ്ക്ക് ഇമാതിരി കേസുകൾ കൊണ്ട് ചെയ്തു. എന്തായാലും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അത് സത്യത്തിൽ അതിന് പിഴ ഈടാക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അദ്ദേഹം ഉദാര മനസ്കനായതുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ ചെയ്തു വിട്ടു. എന്താണെങ്കിലും വളരെ നല്ലൊരു വിധിയാണ് ഈ കേസിൽ വന്നിട്ടുള്ളത്.